Hello everyone, welcome back. This is the second part of the video and we are going to discuss more about the club, Red Belt Club, and also about karate and martial arts, but in particular. So, welcome back, coach. Yes, thank you. So, Red Belt Club. Why Red Belt Club? That would be my question. As in, if we see around, ഇവിടെ കുറേ ക്ലബ്സ് ഉണ്ട് ഇൻ ആൻഡ് അറൗണ്ട്. അപ്പം ഒരു പേരൻ്റായിട്ട് എസ് ഇൻ ഐ ടോക്ക് അബൌട്ട് മൈസെൽഫ്, ഒരു പേരൻ്റായിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെ എന്തിനാ റെഡ് ബെൽ ക്ലബിൽ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്? എന്താ ഈ ക്ലബിൻ്റെ ഡിഫറൻസ്? വേറെ ക്ലബിനായിട്ട് ഈ ക്ലബിൽ എന്താ ഡിഫറൻസ്? ആക്ച്വലി റെഡ് ബെൽറ്റ് അക്കാഡമി ഇപ്പോൾ യു എയിൽ റെഡ് ബെൽറ്റ് അക്കാഡമി ഏകദേശം 12-13 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഷാർജയിൽ ഇപ്പോൾ ഏകദേശം 6 വർഷം കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവരുടെ കൂടെ ഏകദേശം ഒരു 13 ഇയേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ റെഡ് ബെൽറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട് ഓഫ് റെഡ് ബെൽറ്റ് അക്കാദമി ഒരു സിൻസ് 7 ഇയേഴ്സ് 7 വർഷമായി. അപ്പോൾ എന്തുകൊണ്ട് റെഡ് ബെൽറ്റ് അക്കാഡമി അല്ലെങ്കിൽ വൈ റെഡ് ബെൽറ്റ് അക്കാഡമി അല്ലെങ്കിൽ വാട്ട് ദ സ്പെഷ്യാലിറ്റി റെഡ് ബെൽറ്റ് അക്കാഡമി മീൻസ്? ദ ആൻസർ ഈസ് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. കരാട്ടെ, കുംഫു, കളരി, MMA, സ്കേറ്റിംഗ്, സ്വിമ്മിങ്, പിന്നെ അതുപോലെ ബാഡ്മിൻ്റൺ, അങ്ങനെ അതായത് ഒരുപാട് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട്, അതല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ ലേഡീസ് ഫിറ്റ്നസ്, ജെൻസ് ഫിറ്റ്നസ്, അതുപോലെ ജിമ്മ്. ഇപ്പം നമുക്ക് അൽനഹദ മിയാമാളിൽ പുതിയ ബ്രാഞ്ച് റീസെൻ്റ്ലി വി സ്റ്റാർട്ടഡ്. നമ്മുടെ ഉമ്മുൽക്കോയിൽ വി ഹാവ് ഓൾറെഡി ദ വൺ ബ്രാഞ്ച്. ഇറ്റ്സ് ലോങ് ഇയേഴ്സ് ബിഫോർ. ഉമ്മുൽക്കോയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, സഫാരി മാളിൽ ബ്രാഞ്ച് ഉണ്ട്, സീഡ് സ്പോർട്സ് അക്കാഡമി, ഇവിടെ റെഡ് ബെൽറ്റ് അക്കാഡമി മൂവയില. അപ്പോൾ 4 ബ്രാഞ്ച് ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടെ ഈ 4 ബ്രാഞ്ചിലായിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട, അതായത് ഓൾ ഇൻ വൺ റൂഫ് എന്ന് പറയുന്ന പോലെ, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ കരാട്ടെ, കളരി, കുംഫു, MMA, കിക്ക് ബോക്സിങ്, അതുപോലെ സ്വിമ്മിങ്, സ്കേറ്റിംഗ്, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, അതുപോലെ ജിമ്മ്, അങ്ങനെ ഓൾമോസ്റ്റ് 10 നമ്മളിപ്പോൾ തന്നെ എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ മോർ ദാൻ 10 ആക്ടിവിറ്റീസ് വി ആർ പ്രൊവൈഡിങ്. അതാണ് മറ്റുള്ള ക്ലബിൽ നിന്ന് നമുക്ക് ഇത്രയധികം കുട്ടികളാവാനും നമുക്ക് ഇത്ര മാർക്കറ്റിൽ ഒന്നുകൂടി പേരെടുക്കാനും റെഡ് ബെൽറ്റ് എന്നത് ഒരു ബ്രാൻഡായി. ഇപ്പോൾ നമ്മളത് പുതിയ ലോഗൊക്കെ ചെയ്തു, ബ്രാൻഡായി. അപ്പം അതിനൊക്കെ ഉള്ളൊരു റീസൺ. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വെച്ചാൽ ഇവരുടെ ഭാഗത്തുനിന്ന്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വല്ലാത്ത സപ്പോർട്ടാണ്. അതായത് അവർ നമുക്ക് മാക്സിമം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പോൾ കരാട്ടെ എന്ന് പറയുന്ന ആ ഒരു മാർഷൽ ആർട്സിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇൻചാർജ് എനിക്കാണ്. അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ 2 പേരും അതായത് ബ്രദേഴ്സാണ്. അതായത് ഷിഫു മുജീബ്. ആക്ച്വലി ഓഫ് കോഴ്സ് മുജീബ് സാർ ഈസ് അവർ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പുള്ളിക്കാരനും അദ്ദേഹത്തിൻ്റെ അനിയൻ ഷൗക്കത്ത്, അവരാണ് ഇവിടുത്തെ കുംഫുവിൻ്റെ ഇൻചാർജുള്ള ആൾക്കാർ. അപ്പോൾ അവർ ചൈനയിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഒരുപാട് 30 വർഷത്തിന് മുകളിൽ സൗദി അറേബ്യയിലും ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ട്രെയിനേഴ്സാണ്. എങ്കിൽ പോലും അവർ കരാട്ടെ എന്ന് പറയുന്ന കാര്യത്തിൽ അവരൊന്നും ഇടപെടാറില്ല. ആസ് എ മാനേജ്മെന്റ് ആയിട്ട് പോലും അവർ പറയാം അത് കരാട്ടെ എന്ന് പറയുന്ന ഫീൽഡ് അത് കംപ്ലീറ്റ് ഗഫൂർ സെൻസായുടെ അണ്ടറിലാണ്, ഞങ്ങൾ അതിൽ വരില്ല. അതുകൊണ്ട് ഞാൻ കുംഫുലോട്ട് പോയിട്ട് ഇടപെടാറില്ല. അതായത് ഓരോന്നിനും ഞങ്ങളുടെ റെഡ് ബെൽറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോന്നിലും സ്പെസിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് വന്ന് ഇടപെടാറില്ല. ഇപ്പൊ കളരിക്ക് ഞങ്ങളുടെ രവി കോച്ച് എന്നൊരു കോച്ചുണ്ട്. ആള് നല്ല സ്കിൽഡ്, വെരി എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്, രവി മാഷ് എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരനും അതെ. അപ്പം പുള്ളിക്കാരൻ്റെ ഇതിൽ പോയിട്ട് നമ്മളും ഇടപെടാറില്ല. അതുപോലെ തന്നെ അവിടെ സ്കേറ്റിംഗ്, അങ്ങനെ ഓരോന്നിനും ഉണ്ട്. എന്നാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം, ഒരു റാപ്പോ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ വന്നാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടും വളരെയധികം, അതായത് നമുക്ക് അത്രയും നല്ല ഒരു കോച്ചുമാരുടെ ഒരു ഹ്യൂജ് ഓഫ് ഒരു ടീമുണ്ട് നമുക്ക്. ഒരു വെൽ ടീം ആൻഡ് വെൽ ഫ്രീഡം ഓൾസോ. അപ്പോൾ അത് ഏത് കോച്ചുമാർക്ക് ഏത് സ്റ്റൈലിൽ അവർക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അവർക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ കരാട്ടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതിൽ അവർ ഇടപെടാറില്ല. അതിൽ ഞാൻ എന്ത് ചെയ്താലും ഓക്കെ അപ് ടു യു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ബിഗ് തിങ്സ്. പിന്നെ മാത്രമല്ല, എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു സമ്മർ ക്യാമ്പ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കാറുണ്ട്. സമ്മർ ക്യാമ്പ്, വിന്റർ ക്യാമ്പ്, സ്വിമ്മിങ് ക്ലാസ്സസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ എല്ലാ കോച്ചുമാരും ഒരുപോലെ
ടീം വർക്കാണ്. അത് ഞങ്ങളുടെ ക്ലബിന്റെ സക്സസ് തന്നെ, ബിഹൈൻഡ് ദ സക്സസ് ഈസ് ടീം വർക്ക്. Teamwork. Excellent. That is very good teamwork. Safari Mall team also. There is one Seed Sports team. Shihab sir and many people is there. Everyone, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതാ ഇമ്പോർട്ടന്റ്. ബിൽഡ് ടുഗദർ, ബിൽഡ് ടുഗദർ. ബിൽഡ് ടുഗദർ, യെസ്. ഒരു ഫ്രീഡം നമ്മളൊരു ഒരു കോച്ചിന് കൊടുത്തെങ്കിൽ പ്രൊഡക്ടിവിറ്റി വിൽ ബി മോർ. യെസ്. ആക്ച്വലി നമ്മുടെ സിഇഒ മുജീബ് സർ എന്ന് പറയുന്ന ആളുടെ ഒരു ഒരു തോട്ട് ഓഫ് ബിസിനസ് അത് തന്നെ അതാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ ആരുടെയും ഒരു എല്ലാവർക്കും നല്ല മാക്സിമം ഫ്രീഡം കൊടുത്ത് എല്ലാവരും ഒന്ന് കൂട്ടിയിണക്കി കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ എൻ്റെ ഒരു 7 years എക്സ്പീരിയൻസ് ഞാൻ പറയാം. അങ്ങനത്തെ ഒരാളാണ്. എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടീവാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും നോ എന്നൊരു ആൻസർ അവിടെ നിന്നില്ല. ഡു ഇറ്റ് അതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ നമുക്കും ചെയ്യാനൊരു ഇംപ്രസീവ് ആയിരിക്കും. അങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇന്നിപ്പോ നമുക്ക് 4 ബ്രാഞ്ച്, മോർ ദാൻ 600 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഇനിയിപ്പോ നെക്സ്റ്റ് എന്തായിരിക്കും റെഡ് ബെൽറ്റിന്റെ? ലൈക്ക് യു ഓൾറെഡി ഹാവ് യുവർ ക്യാമ്പ്സ് ആൻഡ് എവറിത്തിങ്, സമ്മർ ക്യാമ്പ്, വിന്റർ ക്യാമ്പ്. അതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഇനി ടർഫ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ ടർഫ് അതുപോലെ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ദുബായ് ഏരിയയിൽ ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകളില്ല. ഷാർജ, ഉമ്മുൽ ഖുവൈൻ ഇവിടെയൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകളുള്ളത്. അപ്പോൾ ദുബായിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ദുബായിൽ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ നാഷണൽ ഡേയുടെ പരിപാടികൾ നമ്മൾ ഗംഭീരമായിട്ട് സംഘടിപ്പിച്ചു. അതിന് നമുക്ക് നല്ല അപ്രീസിയേഷൻ UAE ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 115 സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമ്മൾ സഫാരി മാളിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ഒരു പ്രോഗ്രാംസ്, ഒരു ജാഥ, ഒരു റാലി പോലെയൊക്കെ നമ്മൾ നടത്തി. ഗംഭീരമായിരുന്നു പരിപാടികൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറ്റ്സ് എ പ്ലാനിങ്, മെനി തിങ്സ് വി ആർ പ്ലാനിങ്. ഒരുപാട് ഓഫ് കോഴ്സ് എല്ലാ ചാമ്പ്യൻഷിപ്പിലും നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇറ്റ് വിൽ ബിക്കം വെരി സൂൺ. റീസെന്റ് നമ്മുടെ UAE ഫെഡറേഷന്റെ ചാമ്പ്യൻഷിപ്പ് വരാൻ പോവാണ്. നമ്മൾ എല്ലാ ചാമ്പ്യൻഷിപ്പിലും പോകാറുണ്ട്. ഇപ്പോൾ അബുദാബി ഇന്റർനാഷണൽ ടൂർണമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. വിന്നർ കപ്പ് എന്ന് പറയുന്ന അബുദാബിയിലെ ഇന്റർനാഷണൽ ടൂർണമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 7 countries and 750 students participated. അതായത് 750 കുട്ടികളും 7 രാജ്യങ്ങളും പങ്കെടുക്കുന്ന ടൂർണമെന്റ്. അതിന് നമ്മൾ 24-25ഓളം കുട്ടികൾ പങ്കെടുത്തു. എല്ലാവരും ഫസ്റ്റും സെക്കൻഡും അച്ചീവ് ചെയ്തു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ നമ്മളെ കുട്ടികളെ അവരുടെ കഴിവുകളും എവിടെയൊക്കെ നമ്മൾ കാണിക്കാൻ കഴിയുന്നു അവിടെയൊക്കെ നമ്മൾ അത് മാക്സിമം ഒരു അവസരങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മാമിനെയും നമ്മളെ വ്യൂവേഴ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 2 അറ്റ് സഫാരി മാൾ, ഷാർജ സഫാരി മാളിൽ ഒരു ഗംഭീര പ്രോഗ്രാം, ഇറ്റ്സ് എ കാർണിവൽ എന്ന് തന്നെ പറയാം. അതായത് റെഡ് ബെൽറ്റ് അക്കാഡമിയുടെ 7ാമത്തെ ആനിവേഴ്സറിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങളൊരു ഇന്റർ ദോജോ, നമ്മുടെ ഈ 3-4 ക്ലബ്ബുകളിലെ കുട്ടികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കാണുക. അവിടെ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് നമ്മൾ കുറേ കോംപ്ലിമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് കുട്ടികൾക്ക് അവരുടെ സ്കിൽസ് എങ്ങനെ പുറത്ത് കാണിക്കാനുള്ള അവസരങ്ങൾ, പ്ലാറ്റ്ഫോംസ് നമ്മൾ ഒരുക്കും. അതാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും, എല്ലാ അക്കാഡമികൾക്കും ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ റെഡ് ബെൽറ്റിന്റെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് അച്ചീവ് സ്റ്റുഡൻറ്, കുട്ടികളുടെ അച്ചീവ്മെന്റ്സിനെ മാക്സിമം അല്ലെങ്കിൽ അവരുടെ സ്കിൽസിനെ എവിടെ കാണിക്കാൻ കഴിയുന്നു അത്രയും പ്ലാറ്റ്ഫോമുകൾ എല്ലായിടത്തും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് സഫാരി മാളിന്റെ ഒരു ആനിവേഴ്സറി നടന്നിരുന്നു. അവിടെ ഞങ്ങൾ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാ കുട്ടികളിലും കഴിവുകളുണ്ട്. പക്ഷെ അവർക്കിത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ തന്നെ പലരും സ്റ്റേജ് മുന്നിൽ ഒന്ന് കയറാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും. അപ്പോൾ ചില കുട്ടികൾക്ക് അതിനുള്ള ടാലന്റ് ഓൾറെഡി ഉണ്ടായിരിക്കാം. അവർ പാട്ട് പാടുന്നവരായിരിക്കാം, സ്പീച്ച് ചെയ്യുന്നവരായിരിക്കാം, ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം, ഡ്രാമ ഉണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് അതിനുള്ള സ്പേസ് കിട്ടുന്നില്ല ഇവിടെ. അപ്പൊ നമ്മുടെ ഒരു അച്ചീവ്മെന്റ്, ഞങ്ങളുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് തന്നെ, റെഡ് ബെൽറ്റിന്റെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് മാക്സിമം വേദികൾ ഒരുക്കുക, സ്പേസസ് ആൻഡ് ദ പ്ലാറ്റ്ഫോംസ് ഈസ് മേക്കിംഗ് ടു ദ റെഡി. ഇതാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പൊ എനിക്ക് thank you so much again for answering all our queries. But I do have one last query for you. One last question. Why should a person
get into martial arts or karate? Like, what will they achieve? ആക്ച്വലി വെരി വെരി എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. Yeah, അതായത് എന്തുകൊണ്ട് എന്തോ അല്ലെങ്കിൽ ഗുണങ്ങളുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും കരാട്ടെ പഠിക്കണം, ഉം. അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്തെങ്കിലും പഠിച്ചിരിക്കണം. സി, ഒന്നാമത് ഒരു എനർജറ്റിക് തലമുറയെ, ഒരു എനർജറ്റിക് ജനറേഷനെ വി വാണ്ട് ടു ബി ക്രിയേറ്റ്. Right. ഒന്ന് അത് ഫസ്റ്റ്, അതിൻ്റെ ഒരു വർഷം ഒരു എനർജറ്റിക് തലമുറയെ നമ്മൾ വാർത്തെടുക്കണം എന്നുള്ളത് മസ്റ്റാണ്. സെക്കൻഡ് തിങ് ഈസ്, നമ്മളൊരു പ്രീവിയസ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പകച്ചു പോയി നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ സർക്കംസ്റ്റൻസിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്സ്, കളരി, കരാട്ടെ, കുംഫു അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവർ ഒന്നും കൂടിയൊക്കെ വിജിലൻ്റ് ആയിരിക്കും. Right. അവർക്ക് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. Experience. അത് വലിയൊരു സംഭവമാണ്. അതായത് ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികളായിട്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലും പെൺകുട്ടികൾക്കൊക്കെ എതിരെയുള്ള ഒരു ബുള്ളിങ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി സ്കൂളിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, റോഡ് സൈഡിലായിക്കോട്ടെ, പബ്ലിക്കിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്കൊരു ഒരു 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 ഡേഞ്ചർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഉറക്കെ കരയാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ പോലുമുള്ള കഴിവുകൾ ഇല്ലാതാവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഡാൻസ് പഠിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ സ്വിമ്മിങ് പഠിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ ഫുട്ബോൾ പഠിച്ചതുകൊണ്ടോ, ഞാൻ പറയുന്നത് അതെല്ലാം മോശമാണ് എന്നല്ല പറഞ്ഞത്. ദ ഓൾ ആർട്ട് ഈസ് ബെറ്റർ ആൻഡ് ബെസ്റ്റ്, ഷുവർ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മാർഷൽ ആർട്സ്. മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഡിഫെൻസുകൾ, സെൽഫ് ഡിഫെൻസുകൾ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കുട്ടികളിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗേൾ ഓർ ബോയ്, മെൻ ഓർ വുമൺ, ദിസ് ഈസ് കമ്പൽസറി. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ റെഡ് ബെൽറ്റിൽ ഒരുപാട് ലേഡീസ് തന്നെ പഠിക്കുന്നുണ്ട് ഫിറ്റ്നസ്. ഇവിടെ ഇപ്പം സ്റ്റുഡൻസ്, നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. എന്തോ ഒരു ആവറേജ് ഗേൾസ് കൂടുതലുണ്ടോ, അത് ബോയ്സ് അങ്ങനല്ല? ലൈക്ക് ഡു വി ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് ഗേൾസ്? യെസ്, ഓഫ് കോഴ്സ്, മോർ ദാൻ ദ ഹാഫ് ഓഫ് പെർസെൻറ്റേജ്, Oh, that is മോർ great. ദാൻ ഹാഫ് ഓഫ് പെർസെൻറ്റേജ് ഗേൾസ് ഈസ് ഹിയർ. That is ദാറ്റ് very മീൻ, good. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ ന്യൂ ജനറേഷൻ ഈസ് റിയലി വേക്കപ്പ്, Yeah. റിയലി അവെയർ അബൌട്ട് ദിസ് വൺ. സെൽഫ് ഡിഫെൻസ് അല്ലാതെ തന്നെ ഐ തിങ്ക് there is discipline ഫിസിക്കലി മെയിൻറ്റെയിൻ അവർ ദർ ഹെൽത്ത് ആൻഡ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ എല്ലാം. അതായത് ഒരു മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ സെൽഫ് ഡിഫെൻസ് മാത്രമല്ല പഠിക്കുന്നത്, അവരതിൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, എങ്ങനെ റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യാം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാം, സെൽഫ് റെസ്പെക്ട് എങ്ങനെ, അതേഴ്സ് റെസ്പെക്ട് എങ്ങനെ, ഒന്ന് അതിന് കൂടെ തന്നെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അവർ ഇപ്പോഴൊക്കെയുള്ള ഈ നൗ ദ കറണ്ട് ജനറേഷൻ ഈസ് എല്ലാവരും ഇപ്പോൾ വർക്കൗട്ടിന് പോകുന്നവരാണ്. ലേഡീസ് ഇപ്പോൾ നാട്ടിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ എല്ലാവരും ഒന്ന് ഈവനിങ്ങിന് കുറച്ചൊന്ന് വാക്കിങ്ങിനോ, അതല്ലെങ്കിൽ ഈവനിങ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക്, അതല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ അവർ അവെയർ ആയി കഴിഞ്ഞു. എന്താണ് ലൈഫ്, നമ്മുടെ ഹെൽത്ത്. മീൻസ് ലാസ്റ്റ് ജനറേഷനും അല്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ ആൾക്കാരൊന്നും അങ്ങനെയല്ല. തടിച്ചാൽ തടിച്ചു, വലിഞ്ഞു, അതങ്ങനെ പോട്ടെ. ഒരു അസുഖം വന്നാൽ പോലും ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാലായിരിക്കും നമ്മൾ ഓക്കെ, ഇപ്പം ആ ഒരു ജനറേഷൻ മാറി, കംപ്ലീറ്റ്ലി ദേ ചേഞ്ച് എ ലോട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ അവർക്ക് തന്നെ സ്വയം ദേ ആർ സെൽഫ് അവെയർ ഉണ്ടായി കഴിഞ്ഞു. നമുക്ക് വി വാണ്ട് ടു ചേഞ്ച്, വി വാണ്ട് ടു മെയിൻറ്റെയിൻ അവർ ബോഡി ആൻഡ് ഹെൽത്ത്, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ മാർഷൽ ആർട്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു കുട്ടികളുടെ ഒരു അവയർനെസ് ഒക്കെ പറയുന്ന പോലെ തന്നെ, ഇപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് ദ അതർ ക്ലബ്, പക്ഷേ റെഡ് ബെൽറ്റ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ ഏറ്റവും വലിയ ദ മെയിൻ പില്ലേഴ്സ്, ഇൻക്ലൂഡിങ് യു ഓൾസോ, ഞങ്ങളുടെ ഏറ്റവും വലിയ മെയിൻ പില്ലേഴ്സ്, ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാരൻസാണ്. ഞങ്ങൾക്ക് പാരൻസിൻ്റെ സപ്പോർട്ട്, അത് ലാസ്റ്റ് ഇയറിൽ പോലും ചാമ്പ്യൻഷിപ്പ് നടത്താൻ വന്ന എൻ്റെ ഫ്രണ്ട്സായ ഔട്ട്സൈഡേഴ്സ്, അതായത് വേറെ എമിറേറ്റ്സിലുള്ള കോച്ചസ് പോലും എന്നോട് ദേ ആർ ലൈക്ക് വണ്ടറിങ്, അതിശയത്തോടെ എന്നോട് ചോദിച്ചു, എങ്ങനെ ഇത്രയും ഒരു ഹ്യൂജ് ഒഫീഷ്യൽസിന് ഉണ്ടാക്കാൻ കഴിയും. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം 54 and 16 ദ മെമ്പർ ഓഫ് ഒഫീഷ്യൽസ് ദേ ആർ റെഡി ഫ്രം ദ പാരന്റ് സൈഡ്.
അതാണ് ഉള്ളൊരു ഹൈലൈറ്റ്. അതായത് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഹ്യൂജ് നമ്പർ ഓഫ് ദ ഒഫീഷ്യൽസ് റെഡി ഫോർ എനി പ്രോഗ്രാം. റെഡ് ബെൽറ്റ്, ഇഫ് യു ആർ കണ്ടക്ടിങ് എനി പ്രോഗ്രാം, the parents is ready to make that program is success. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതിന് very thanks to our all parents, and this is from my deep heart, really was for you, because all parents എന്ത് പ്രോഗ്രാം വെച്ചാലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ബാക്ക് ഹോൾഡിംഗ് ഉണ്ടല്ലോ, അതായത് ഞങ്ങളെ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പിടിക്കുന്നതിന് ഞങ്ങളുടെ ക്ലബിൻ്റെ നിലനിൽപ്പും വളർച്ചയും തന്നെ ഞങ്ങളുടെ പാരൻസ് ആണ്. അപ്പോൾ എല്ലാവിധ റെസ്പെക്റ്റും എല്ലാവിധ സല്യൂട്ടും ഞങ്ങളുടെ പാരൻസിനാണ്. അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം വളരാൻ സഹായിച്ചിട്ടുണ്ട്. പാരൻസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയാൻ നിങ്ങൾ അതുപോലെ ക്ലബും പിള്ളേരെയും നോക്കുന്ന ഒരു പാഷൻ, അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ആസ് എ പാരന്റ്, മീ ആസ് ഇൻ മൈസെൽഫ് and the parent community involved ആവുന്നത്, that we can see the benefits എങ്ങനെ ഒരു ചൈൽഡ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അത് കണ്ട് നമുക്കറിയാം, ഓക്കെ, സംതിങ് ഈസ് ദെയർ, സോ വി ഷുഡ് ഓൾസോ ഹെൽപ്പ് ഔട്ട്. അതുകൊണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ two-way process. Of course. So I think that is a great success for the club. Anyway, thank you so much, coach. Thank you everyone. Coach, thank you so much. I want to thank you first of all for teaching not just my kid, എല്ലാ പിള്ളേരെ ഇവിടെ പേരൻസ് ഇങ്ങോട്ട് ക്ലബിൽ വരുന്നത് തന്നെ മാഷ് ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരു കോൺഫിഡൻസിലെ പിള്ളേരെ കൊണ്ടേ ചേർക്കണം. സോ അതിനു വേണ്ടി വളരെ വളരെ താങ്ക് യു ഫ്രോം us. പ്ലീസ് കണ്ടിന്യൂ ദിസ് ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഒരു പാഷനാണ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പാഷൻ ഐ ഹോപ്പ് ആൻഡ് പ്രേ ഇറ്റ് റിമെയിൻസ് വിത്ത് യു ഫോർ എവർ. Okay, and so coach, thank you so much for taking time out of your busy schedule and answering all these questions. Really thank you so much from the bottom of my heart, from all the parents, and we hope and pray that you succeed in everything that you do. Thank you. This is the deep prayer. Thank you very much. So thank you so much everyone for watching, and if you have any more questions that you would like us to ask our coaches, not just Coach Ghafoor, any other martial art related questions, if you want, please you can comment below, and please subscribe to our coach channel. It's Os Abdul Ghafoor. Please subscribe to the channel. Thank you. Thank you very much, Os.